ശ്രീ കെ അനിൽകുമാർ, CPIM എങ്ങനെയാണ് MT വാസുദേവൻ നായരുടെ പ്രഭാഷണത്തെ കാണുന്നത്? അതിനെ തുടർന്നുണ്ടായിട്ടുള്ള ഇപ്പോഴത്തെ ചർച്ചകൾ ഏത് വഴിക്ക് പോകുന്നു എന്നാണ് CPIM മനസ്സിലാക്കുന്നത്? കേരളത്തിലെ മാധ്യമ സിൻഡിക്കേറ്റ് ഉണ്ട് എന്ന ഒരു അഭിപ്രായം സഖാവ് പിണറായി പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലത്ത് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അതൊരു ശകാരമായിട്ടും വസ്തുതാപരമല്ലാത്ത കാര്യമായിട്ടും പല മാധ്യമങ്ങളും പിന്നീട് പലവട്ടം ആക്ഷേപിക്കുന്നതാണ് ഇപ്പോൾ കണ്ടത്. ഇന്നലെ ബഹുമാനപ്പെട്ട MD വാസുദേവൻ നായർ ഒരു പ്രസംഗം നടത്തുമ്പോൾ ആ പ്രസംഗം കേരള മുഖ്യമന്ത്രിക്ക് മാത്രം എതിരായിട്ടുള്ളൊരു കാര്യമാണ് എന്ന് എല്ലാ മാധ്യമങ്ങൾക്കും ഒരേപോലെ എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞത്? പ്രത്യേകിച്ചും ആ പ്രസംഗം 20 കൊല്ലക്കാലം മുമ്പ് അദ്ദേഹം തയ്യാറാക്കി പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു ലേഖനത്തിലെ ഉള്ളടക്കം ആദ്യത്തെ വരിയും അവസാനത്തെ വരിയും മാത്രം 2 കൂട്ടിച്ചേർക്കൽ നടത്തി അവതരിപ്പിക്കുകയായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷെ അതെല്ലാം വിവിധ മാധ്യമങ്ങൾക്ക് ഇതാ പിണറായി വിജയനെ വേദിയിലിരുത്തിക്കൊണ്ട് ആക്രമിച്ചിരിക്കുന്നു എന്നൊരാഖ്യാനം ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിൽ എങ്ങനെയാണ് പറയാൻ കഴിഞ്ഞത്? ഇതിനർത്ഥം കേരളത്തിൽ മുഖ്യമന്ത്രിക്കെതിരായി, ഇടതുപക്ഷത്തിനെതിരായി, ഇടതുപക്ഷ ജനാധിപത്യത്തിനെതിരായി, സർക്കാരിനെതിരായി വാർത്തകളെ തിരിച്ചുവിടുക, ഉൽപ്പാദിപ്പിക്കുക എന്നത് പ്രധാനപ്പെട്ട ഒരു സംയുക്ത പരിപാടിയായി നടന്നുകൊണ്ടിരിക്കുന്നുവെന്ന് സഖാവ് പിണറായി ചൂണ്ടിക്കാട്ടിയത് ഈ സംഭവത്തോടുകൂടി കുറെ സ്ഥാപിതവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു. അതോടൊപ്പമാണ് ബഹുമാനപ്പെട്ട ശ്രീ കാരശ്ശേരി മാസ്റ്ററെ പോലുള്ള ബുദ്ധിജീവികളുടെ നില എത്രത്തോളം പരിതാപകരമാണ് എന്ന് വ്യക്തമാകുന്നത്. ഞങ്ങളൊരു ഭാഗത്തുമില്ല, സ്വതന്ത്രമായി അഭിപ്രായം പറയുന്നവരാണ് എന്ന് പറയുന്ന ആളുകൾ തന്നെ അദ്ദേഹം അവതാരി എഴുതിയ 2003 ലേഖനത്തെക്കുറിച്ചാണ്, ഇതിനുവേണ്ടി പിണറായിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കപ്പെട്ടൊരു ലേഖനമാണ് എന്നതിലേക്ക് ഒരു പത്രത്തിൽ എഴുതാൻ തയ്യാറായതെന്ന് ആലോചിക്കുമ്പോൾ സ്വയം ഇവരൊക്കെ ചെന്നുപെട്ടിരിക്കുന്ന പതനം എത്രത്തോളം ആഴമുള്ളതാണ് എന്ന് കാണേണ്ടതുണ്ട്. അധികാരം എന്നതിനെ സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റുകാർക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. അധികാരമില്ലാത്തൊരു ലോകമുണ്ടാക്കാനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശ്രമം. അധികാരം ഉണ്ടാകാതിരിക്കണമെങ്കിൽ എന്ത് വേണം? ഭരണവർഗങ്ങൾ ഉണ്ടാകാതിരിക്കണം. ഭരണവർഗങ്ങളില്ലെങ്കിൽ ഭരണ പാർട്ടികളും ഉണ്ടാവില്ല. അതുകൊണ്ട് ലോകത്ത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി സ്വയം ഇല്ലാതെയാകാൻ വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയുടെ പേരായിരിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടി. കാരണം ലോകത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇല്ലാത്ത ഒരു ലോകത്തെയാണ് കമ്മ്യൂണിസം സ്വപ്നം കാണുന്നത്. അപ്പം ഞങ്ങൾ പ്രവർത്തിക്കുന്നത് ഞങ്ങളെ ഇല്ലാതെയാക്കാനാണ് എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ച് പറയാം. അധികാരം എന്ന് പറയുന്നത് ഭരണകൂടം അത് മർദ്ദനായുധമായിട്ടാണ് വർഗവാഴ്ചയിൽ ഉപയോഗിക്കുന്നത്. ഇത് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാഴ്ചപ്പാട്. MT പറയുന്നത് അത് തന്നെയാണ്. ലെനിന്റെ കാലത്തെ സോവിയറ്റ് യൂണിയനിലെ ഭരണകൂടം മർദ്ദനോപകരണം തന്നെയാണ്. ആരെയാണ് മർദ്ദിക്കേണ്ടത്? ആ വിപ്ലവത്തെ തകർക്കാൻ കടന്നു വരുന്നവരെ ആ നമ്മുടെ രാജ്യത്ത് അന്ന് നിലവിലുള്ള നിയമം അനുസരിച്ച് കൈകാര്യം ചെയ്യേണ്ടത് ആ ഭരണകൂടത്തിന്റെ ചുമതലയാണ്. ഇപ്പൊ ഈ കേരളത്തിൽ ഗവൺമെന്റ് പ്രവർത്തിക്കുന്നു. ഇവരുടെ ആഗ്രഹം എന്താണ്? പിണറായി വിജയന്റെ വണ്ടി വരുമ്പോഴേക്കും ചെരുപ്പെറിയണം, ആരും തടയരുത്. ഞങ്ങൾക്ക് ആഗ്രഹിക്കുന്ന പോലെ അതിലിട്ട് ബോംബെറിയാം, ചെരുപ്പെറിയാം, പട്ടികയെടുത്തടിക്കാം, ഞങ്ങൾക്ക് എന്തും അവകാശമുണ്ട്. അങ്ങനെ ചെയ്യുന്ന ആളുകളെ ആരെങ്കിലും അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഭരണകൂടം അമിതാധികാരം പ്രയോഗിച്ചിരിക്കുന്നു. തിരുവനന്തപുരത്തുനിന്ന് രാവിലെ പുറപ്പെട്ട് പത്തനംതിട്ടയിലൊരു വീട്ടിലെത്തി അവിടുന്ന് പ്രതികളെ അറസ്റ്റ് ചെയ്ത് ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്ത് തിരിച്ചു കൊണ്ടുപോയി എന്നൊരു ഇന്നത്തെ ഒരു പത്രത്തിൻ്റെ മുഖപ്രസംഗമാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഒരു പോലീസുകാരൻ പുറപ്പെടുന്നത് എന്താണ്? കുറ്റകൃത്യമാവുമോ? എങ്ങനെയാണ് മാധ്യമങ്ങൾ ഇത്തരം കാര്യങ്ങളെ അവതരിപ്പിക്കുന്നത് എന്നുള്ളത് നമ്മൾ കാണുകയാണ്. അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വയം നവീകരണത്തിന് തയ്യാറാകുന്ന പാർട്ടിയാണ്. ലോക ചരിത്രത്തിൽ സ്വയം വിമർശനം നടത്തുകയും തെറ്റുകൾ ഏറ്റുപറയുകയും ചെയ്ത രാഷ്ട്രീയ പാർട്ടി CPM അല്ലാതെ വേറെ ഏതെങ്കിലും പാർട്ടി ഉണ്ടാവും? കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലാതെ ഏതെങ്കിലും ഒരു പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അല്ലാതെ ഏത് പാർട്ടികൾ? എല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും തെറ്റുകൾ ഏറ്റുപറയും. CPM ഏറ്റുപറഞ്ഞിട്ടുണ്ട്. ആ ഏറ്റുപറഞ്ഞ കൂട്ടത്തിൽ സഖാവ് പിണറായി ഉൾപ്പെടുന്ന നേതൃത്വമുണ്ട്. സംശയം എന്താ കാര്യം?
ശ്രീ അനിൽകുമാർ, ഇപ്പോ ഈ ഉണ്ടായിരിക്കുന്ന ചർച്ചയുടെ ഗൂഢാലോചന അല്ലെങ്കിൽ മാധ്യമ സിൻഡിക്കേറ്റിന്റെ ഒക്കെ പ്രയോഗത്തിന്റെ വ്യാപ്തി എത്രയാണെന്ന് CPM മനസ്സിലാക്കിയിട്ടുണ്ടോ? ഞാനിപ്പോൾ ഈ ചർച്ചയിലേക്ക് വരുന്നതിന് തൊട്ടു മുമ്പ് മറ്റൊരു ചാനലിൽ ഒരു ചർച്ച അവസാനിക്കുന്നത് കേട്ടിട്ടാണ് ഞാൻ വരുന്നത്. അതിൽ കോൺഗ്രസിന്റെ പ്രതിനിധിയായി പങ്കെടുക്കുന്ന ഒരാൾ അദ്ദേഹം പറഞ്ഞു അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: MT കൂടി പറഞ്ഞത് കേട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ കുട്ടികൾക്ക് വല്ലാതെ ആവേശം കൂടിയിട്ടുണ്ട്, അവർ ഇനി നാളെ മുതൽ സമരം വല്ലാതെ ശക്തിപ്പെടുത്തും. MTയുടെ പ്രഭാഷണം കൊണ്ടുണ്ടായ ഒരു ഗുണമായി വിലയിരുത്തുകയാണ്. അപ്പോൾ അത് ഈ താങ്കൾ നേരത്തെ പറഞ്ഞ സിൻഡിക്കേറ്റിന്റെ ഗൂഢാലോചനയുടെ ഭാഗമായി ചർച്ചകളിൽ കൂടി പുറത്തേക്ക് വരുന്ന ഒരു കാര്യമായി കാണുന്നുണ്ടോ CPIM? ഇവിടെ സംഭവിക്കുന്ന കാര്യം എന്താണ്? MT വാസുദേവൻ നായർ തന്നെ അദ്ദേഹത്തിൻ്റെ സംഭാഷണം എന്താണെന്ന് മറ്റൊരു മാധ്യമത്തോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്, ദേശാഭിമാനിയോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അല്ല, ഏതെങ്കിലും ചാനലുകാർക്ക് വേണമെങ്കിൽ അദ്ദേഹത്തെ ചെന്ന് കണ്ടിട്ട് ചോദിക്കാം, മുഖ്യമന്ത്രിയെക്കുറിച്ചല്ലേ അങ്ങ് പറഞ്ഞത്, അങ്ങയുടെ പ്രതികരണം എന്താണ്? അതിനു പകരം ഇവർ സച്ചിദാനന്ദനെയാണ് ചെന്ന് കാണുന്നത്. ആദരണീയനായ സച്ചിദാനന്ദനാകട്ടെ ഇന്ത്യയിലെ ഫാസിസ്റ്റ് വിരുദ്ധ സമരത്തിൻ്റെ ഒരു സാംസ്കാരിക മുഖം തന്നെയാണ്. അദ്ദേഹവും ഇടതുപക്ഷ വിമർശനം നടത്തുമല്ലോ. ഇടതുപക്ഷത്തോട് ആഭിമുഖ്യമുള്ളപ്പോൾ നിങ്ങൾക്ക് വിമർശനം ഉണ്ടാകുമല്ലോ. ഒരാൾ അച്ഛൻ മകനെ വളർത്തുമ്പോൾ ആ മകനെക്കുറിച്ച് അച്ഛന് വിമർശനം കാണും, മകൻ അച്ഛനെക്കുറിച്ച് വിമർശനം കാണും. അത് ഇഷ്ടം കൊണ്ടാണ്, ബന്ധം കൊണ്ടാണ്. അത്തരം വിമർശനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഇന്നലെ MT നടത്തിയ വിമർശനത്തിന്, MT നടത്തിയ പ്രസംഗത്തിലെ ഭാഷണങ്ങൾക്ക് അത് പിണറായിക്കെതിരാണ് എന്ന തങ്ങളുടെ ആഖ്യാനത്തിന് സച്ചിദാനന്ദൻ പിന്തുണ കൊടുത്തിരിക്കുന്നു എന്നാണ് ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട മാധ്യമത്തിൻ്റെ 1 മണിക്കത്തെ തലക്കെട്ട്. അതിന് ബഹുമാനപ്പെട്ട സച്ചിദാനന്ദൻ അടുത്തേക്ക് പോകുന്നു, ഒരു ഇൻ്റർവ്യൂ വാങ്ങിക്കുന്നു. ബഹുമാനപ്പെട്ട അശോകൻ ചെരുവിൽ അതിന് കിട്ടാത്തത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ പിന്നാലെ പോകില്ല. നമുക്ക് MTയോട് തന്നെ ചോദിക്കാം, ഇങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഇത്തരം മാധ്യമങ്ങളുള്ളൊരു ലോകത്ത് ജീവിച്ചിരിക്കേണ്ടി വന്നതിൽ MT യഥാർത്ഥത്തിൽ പരിതപിക്കുന്നുണ്ടാവാം. MT ചെന്നുപെട്ട അവസ്ഥ എന്താണ്? MT ചെന്നുപെട്ട അവസ്ഥയെന്ന് പറയുന്നത്, ഇതുപോലുള്ള മാധ്യമങ്ങൾ എന്താണോ നിങ്ങൾ പറഞ്ഞത് അതിൽ നിന്ന് വ്യത്യസ്തമായി നിങ്ങൾ പറഞ്ഞത് മറ്റൊന്നാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന മാധ്യമങ്ങൾ അതിൻ്റെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ജീവിച്ചിരിക്കേണ്ടി വന്നല്ലോ എന്ന് അദ്ദേഹം പരിതപിച്ചേക്കാം. കാരണം MT വാസുദേവൻ നായർ നമ്മൾ ഓർക്കുമ്പോൾ അദ്ദേഹത്തെ നിർമാല്യത്തിലെ വെളിച്ചപ്പാടിൻ്റെ മുഖമാണല്ലോ നമുക്ക് ഓർമ്മയുള്ളത്. അതൊരു ധീരതയാണ്. 2002 ഗുജറാത്ത് വംശീയ കലാപത്തിന് ശേഷമല്ലേ, വംശഹത്യക്ക് ശേഷമല്ലേ, നരേന്ദ്രമോദിയുടെ തിരുവവതാരത്തിന് ശേഷമല്ലേ അധികാരത്തെക്കുറിച്ച് ഈ ലേഖനം വരുന്നത്? ആ 2003 എന്ന് പറയുന്നത് 2004 UPA സർക്കാരിനെ സൃഷ്ടിക്കത്തക്കവണ്ണം ഇന്ത്യ രാജ്യത്തുണ്ടായൊരു മുന്നേറ്റം, ആ അമിതാധികാരത്തെ, ഫാസിസത്തെ കടമുടക്കുന്ന ഒരു പോരാട്ടമല്ലേ? ആ പോരാട്ടത്തിന് MTയുടെ ഈ പ്രധാനപ്പെട്ട അന്നത്തെ ഈ ആഖ്യാനം ഉപകരിച്ചിട്ടില്ലേ? അത് 2024 അദ്ദേഹം വീണ്ടും പറയുമ്പോൾ ആ 2024 നമ്മൾ മുമ്പ് നിൽക്കുന്നത് ഏതിൻ്റെ മുന്നിലാണ്? 10 കൊല്ലക്കാലം ഇന്ത്യ രാജ്യത്തെ വല്ലാത്ത അധികാര പ്രയോഗത്തിലേക്ക് കൊണ്ടുപോയി. ഇന്ന് അധികാരം എവിടെയാണ്? രാഷ്ട്രപതിയുടെ കയ്യിലോ സൈന്യത്തിൻ്റെ കയ്യിലോ പോലീസിൻ്റെ കയ്യിലോ നരേന്ദ്രമോദിയുടെ കയ്യിലോ മാത്രമല്ല. വിശ്വഹിന്ദു പരിഷത്തിന് മാപ്പപേക്ഷ എഴുതി കൊടുത്തിരിക്കുകയാണ് നയൻതാരയുടെ സിനിമക്കാർ. ആ സിനിമ തമിഴ്നാട്ടിൽ നന്നായിട്ട് ഓടി. അത് മഹാരാഷ്ട്രത്തിലേക്ക് ചെന്നപ്പോൾ അതിലൊരു ബ്രാഹ്മണ സ്ത്രീ മാംസം പാചകം ചെയ്യുന്ന ഒരു 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 ചിത്രമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വഹിന്ദു പരിഷത്തിന് മാപ്പ് എഴുതി കൊടുത്തിരിക്കുന്നു മഹാരാഷ്ട്രത്തിൽ പ്രവർത്തിക്കാൻ. അധികാരം എവിടെയാണ് നിൽക്കുന്നത്? പിണറായി വിജയന്റെ ചേലയുടെ തുമ്പത്താണോ ഇവർ പറയണ പോലെ? ഇത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഭരണാധികാരികൾ അത് ഇന്ത്യ രാജ്യത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ എല്ലാം പിണറായിയിലേക്ക്. എന്നിട്ട് എന്താ അദ്ദേഹം പറയുന്നത്? ബഹുമാനപ്പെട്ട MT പറഞ്ഞൊരു വാചകം നിങ്ങൾ ഓർക്കണം. എന്താണ് അദ്ദേഹം പറയുന്നത്? അധികാരത്തിൽ കയറിക്കഴിഞ്ഞാൽ ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം മറക്കുക, ഇത് ചെയ്യാൻ പാടില്ല. അത്തരമൊരു കാര്യം ഒരിക്കലും 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 ഒരു താരതമ്യത്തിനും പറ്റാത്തൊരു നേതാവല്ലേ സഖാവ് പിണറായി? അധികാരത്തിൽ കയറി 600 വാഗ്ദാനങ്ങളിൽ 580 നടപ്പാക്കുന്നു. എല്ലാ വർഷത്തിലും പ്രോഗ്രസ് കാർഡ്. സഖാവ് പിണറായി ജനങ്ങളെ മറന്നോ? ഇപ്പൊ 900 വാഗ്ദാനങ്ങൾ 718 വാഗ്ദാനങ്ങൾ നടപ്പാക്കിയതിന്റെ രേഖ അദ്ദേഹം 2ാമത്തെ പ്രോഗ്രസ് കാർഡ് ഇറക്കി. ലോക ചരിത്രത്തിൽ ഇങ്ങനൊരു മുഖ്യമന്ത്രി ഉണ്ടോ? 40 ദിവസക്കാലം രാവിലെ 1.5 മണിക്കൂർ നേരം പ്രഭാത യോഗമാണ്.
ആ പ്രഭാത യോഗത്തിൽ ആളുകളോട് സംവദിക്കുകയാണ്. 18,000 ആളുകളുമായി അദ്ദേഹം സംവദിച്ചു. അവർ പറയുന്നത് സഹിഷ്ണുതയോടെ കേട്ട് എഴുതിയെടുത്തു. അധികാരപ്രയോഗമാണ്. മാത്രമല്ല, അദ്ദേഹം ഈ 40 ദിവസക്കാലം തുടർച്ചയായിട്ട് പത്രക്കാരുടെ മുന്നിൽ പോയി കൈയും കെട്ടിയിരുന്നു അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ. മോദി ഇന്നേ വരെ ചെയ്തിട്ടില്ല. എന്നിട്ടോ ആ പിണറായി വിജയനാണ് അധികാരത്തിന്റെ പ്രമത്തതയുടെ കേന്ദ്രം. സുഖജീവിതത്തിന്റെ ആൾ രൂപം. എന്തെല്ലാം കെട്ടുകഥകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.